സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരായി നാം തീരണം. ദൈവിക കൽപ്പനകളെ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. എക്സൽ മീഡിയയിലൂടെ ഈ പ്രഭാതത്തിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നാണ്. AD 67 കാലഘട്ടങ്ങളിൽ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ ലേഖനമെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് 2 തിമോത്തിയോസ് 1:9-10 വാക്യങ്ങളിലാണ്. എന്നാൽ നാം പ്രത്യേകമായി ചിന്തിക്കുന്നത് 10-ാം വാക്യത്തിന്റെ ആരംഭ ഭാഗമാണ്. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ. ഈ 9-10 വാക്യങ്ങളിൽ 4 ദൈവിക പദ്ധതികളെ കുറിച്ച് നാം കാണുന്നു. 1, ദൈവം നമ്മളെ രക്ഷിച്ചു. 2, വിശുദ്ധ വിളി കൊണ്ട് നമ്മളെ വിളിച്ചു. 3, സ്വന്തം നിർണയത്താലും കൃപയാലും നമ്മളെ അനുഗ്രഹിച്ചു. 4, സകലത്തിനും മുൻപേ നമുക്ക് വേണ്ടി പദ്ധതി തയ്യാറാക്കി. ഇനി നാം പ്രധാനമായി ചിന്തിക്കാൻ പോകുന്നത് സുവിശേഷത്താൽ ജീവനും അക്ഷയതയും, അല്ല എങ്കിൽ ലൈഫ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി. പ്രിയമുള്ളവരെ, എന്താണ് സുവിശേഷം? ഓൾഡ് ഇംഗ്ലീഷിൽ സുവിശേഷം അല്ലെങ്കിൽ ഗോസ്പൽ എന്ന വാക്കിന്റെ അർത്ഥം ഗുഡ് ന്യൂസ്, നല്ല വാർത്ത അല്ലെങ്കിൽ സുവാർത്ത എന്നൊക്കെയും അർത്ഥം വരുന്നുണ്ട്. എന്നാൽ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പൗലോസ് ശ്ലീഹ നൽകുന്ന ഒരു നിർവചനമുണ്ട്: ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. വളരെ ലളിതമായ അർത്ഥത്തിൽ പറഞ്ഞാൽ, ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ അവൻ ഈ ലോകത്തിൽ മാത്രം ആശ വെച്ച് ഒരു മരണത്തിനപ്പുറമായ ഒരു ജീവിതം എന്തെന്ന് പോലും അറിയാതെ പാപത്തിൽ മുഴുകി നരകത്തിന്റെ കവാടത്തിലേക്ക് അടുത്ത് വരുമ്പോൾ അവനെ തന്റെ രക്തത്തിനാൽ, തന്റെ ജീവൻ ത്യാഗം ചെയ്ത് തന്റെ രക്തത്തിനാൽ അവനെ വീണ്ടെടുത്തു. അവന്റെ പാപങ്ങളെ കഴുകിക്കളഞ്ഞു, അവനെ നീതീകരിച്ചു, വിശുദ്ധീകരിച്ച് അവനെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തുവാൻ തക്കവണ്ണം കാണിക്കുന്ന യേശുക്രിസ്തുവിന്റെ മഹാകരുണയാണ് സുവിശേഷം. യോഹന്നാന്റെ ലേഖനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: തന്റെ സ്വന്തം പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു. പിതാവായ ദൈവത്തിന്റെ ലോകത്തോടുള്ള സ്നേഹത്തെയാണ് സുവിശേഷമെന്ന് ഒരു പക്ഷേങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മർക്കോസിന്റെ സുവിശേഷം 1:15 ജനത്തോട് വിളിച്ചു പറയുന്നുണ്ട്: കാലം തികഞ്ഞിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊള്ളുവിൻ. അതേ യേശുക്രിസ്തു താൻ ഉയർത്തെഴുന്നേറ്റ് പുനരുത്ഥാന ശരീരത്തോടുകൂടി ശിഷ്യന്മാരുമായി പന്തിയിലിരിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 16:15 പിന്നെയും തന്റെ ശിഷ്യന്മാരോട് പറയുന്നു: നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി സകല ജാതിയോടും സുവിശേഷം അറിയിക്കണം. പ്രിയമുള്ളവരെ, സുവിശേഷം ഒരു ധനസമ്പാദനത്തിന്റെ മാർഗമല്ല, മറിച്ച് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന രൂപാന്തരത്തെയാണ് സുവിശേഷം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരുപക്ഷെ നാം കേട്ട് തരംഭിച്ചൊരു വാക്കാണ് സുവിശേഷത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ ലഭിക്കുമെന്ന്. എന്നാൽ ഒരു ദരിദ്രൻ ധനവാനാകുന്നതും ഒരു കുടിലിൽ താമസിക്കുന്നവൻ കൊട്ടാരത്തിൽ താമസിക്കുന്നുവെന്നും സൈക്കിളിൽ പോകുന്നവൻ കാർ വാങ്ങുന്നു എന്നുള്ള പ്രലോഭന വാക്കുകളല്ല സുവിശേഷം. മറിച്ച് നിത്യജീവനെ, ഒരു പാപിയായ വ്യക്തിയെ നിത്യജീവനിൽ ഇരുത്തുവാൻ തക്കവണ്ണം ദൈവം കാണിക്കുന്ന കരുണയാണ് സുവിശേഷം. അതുകൊണ്ട് വ്യക്തമായി നാം സുവിശേഷത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം. 2, സുവിശേഷ നിമിത്തമായി ജീവനും അക്ഷയതയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഇപ്രകാരം അരുളി ചെയ്തു: യോഹന്നാന്റെ സുവിശേഷം 10:10 ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാനും അത്രേ ഞാൻ ഭൂമിയിൽ വന്നിരിക്കുന്നത്.
നിത്യജീവനെ തരുവാൻ സുവിശേഷം, അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്താൽ നിത്യജീവനെ പ്രാപിക്കുവാൻ നമുക്ക് കഴിയും. പൗലോസ്ലീഹ പറയുന്നുണ്ട്, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, നമ്മുടെ ദൈവത്തിന്റെ കൃപാവരമോ ക്രിസ്തു യേശുവിൽ നിത്യജീവനാകും. പിന്നീട് നാം ചിന്തിക്കുന്നത് അക്ഷയതയാണ്, അനശ്വരത അല്ലെങ്കിൽ മരണമില്ലാത്ത അനുഭവം. അത് ചിന്തിക്കുന്നതിന് മുൻപായി നമ്മുടെ ചിന്തകളെ അല്പം പുറകിലോട്ട് നാം തിരിക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യ സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ചു. അവർക്ക് വിവിധമായ അനുഗ്രഹങ്ങൾ നൽകി കൊടുത്തു. ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അവരെ സൃഷ്ടിച്ചു. എന്നാൽ ദൈവം സകലത്തെയും വാഴുവാനുള്ള അനുഗ്രഹം കൊടുത്തു. നിത്യജീവൻ അവർക്കുണ്ടായിരുന്നു. തേജസ്സിനാൽ അവർ അലങ്കരിക്കപ്പെട്ടിരുന്നു. എന്നാൽ പാപം നിമിത്തമായി ആദാമിന്റെ വീഴ്ച, അനുസരണക്കേടിനാൽ അവൻ ആ നിത്യജീവനെയും ആ മരണമില്ലാത്ത അനുഭവത്തെയും നഷ്ടപ്പെടുത്തി കളഞ്ഞു. എന്നാൽ അവരുടെ അനുസരണക്കേടിനാൽ ഭൂമിയെ മൊത്തമായി നശിപ്പിക്കുവാൻ കഴിയാതെ, ആ മനുഷ്യരാശിയെ തകർത്ത് കളയുവാൻ കഴിയാതെ വണ്ണം ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് മാനവരാശിയെ രക്ഷിക്കുന്ന രണ്ടാം ആദാമായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് നമ്മളെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം കരുണയായി. ആ രണ്ടാം ആദാമായ യേശു ക്രിസ്തുവിന്റെ മരണത്താൽ മരണമില്ലാത്ത മർത്യമായ ഒരു അനുഭവം നമുക്ക് ലഭിക്കുവാനിടയായിട്ടുണ്ട്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞത്, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിക്കുവാനിടയായിത്തീരുന്നു. സുവിശേഷം കൊണ്ട് നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയും. സുവിശേഷം കൊണ്ട് അക്ഷയത അല്ലെങ്കിൽ മരണമില്ലാത്ത അനുഭവങ്ങൾ പ്രാപിക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരായി നാം തീരണം. ദൈവിക കൽപ്പനകളെ അനുസരിക്കണം. വെള്ളത്തിനാലും ആത്മാവിനാലും നാം ജനിക്കണം. വീണ്ടും ജനനം പ്രാപിക്കണം. ഹൃദയത്തിൽ മാനസാന്തരം കൊണ്ടുവരുവാനിടയായിത്തീരണം. നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. ദൈവിക കൽപ്പനകളായ ജലസ്നാനം സ്വീകരിക്കാൻ ഇടയായിത്തീരുന്നു. പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ഇടയായിത്തീരുന്നു. വിശുദ്ധിയും വേർപാടുന്ന ദൈവിക കൽപ്പനകളെ നാം അനുസരിക്കുന്നവരായി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി നിൽക്കണം. ഇതൊക്കെയും സുവിശേഷത്തിന്റെ ഭാഗമായി അത് സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ സുവിശേഷത്തെ അനുസരിക്കാത്തവർക്ക് എന്ത് സംഭവിക്കും? സുവിശേഷത്തെ അനുസരിക്കാത്തവർക്ക് ന്യായവിധി ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മളോട് അരുളി ചെയ്യുകയാണ്. നശിച്ചു പോകുന്നവർക്ക് സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെന്ന് പൗലോസ്ലീഹ പറയുന്നു. സുവിശേഷത്തെ അംഗീകരിക്കാത്തവർക്കും അനുസരിക്കാത്തവർക്കും ന്യായവിധി ഒരുങ്ങിയിരിക്കുമെന്ന് പത്രോസ്ലീഹ തന്റെ ലേഖനത്തിൽ പറഞ്ഞു. ഒരുപക്ഷെ ഈ വാക്കുകൾ കേൾക്കുന്ന ആരെങ്കിലും സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവോ കർത്താവായ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ ഹൃദയത്തെ അറിയുന്ന ദൈവം, ഹൃദയം നോക്കിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ നാം രക്ഷിക്കുന്നതാണ്. നിങ്ങൾ വായ് കൊണ്ട് ഏറ്റുപറയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു എങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ ഇടയായി. രക്ഷിക്കപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തെ ചേർക്കുവാനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എത്രയും വേഗം മധ്യാകാശത്തിൽ വെളിപ്പെടും. അത് നിശ്ചയമായും തീർച്ചയുള്ളതുമായ ഒരു കാര്യമാകില്ല. ആ സുദിനത്തിനായി ദൈവം നമ്മളെല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു.